ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 192 അദ്വൈതാശ്രമത്തിലെ മാമ്പഴം. ഭാഗം 192 അദ്വൈതാശ്രമത്തിലെ മാമ്പഴം ഇവിടെ ആരംഭിക്കുന്നു. ശരണമാകണേ 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 പരമസദ്ഗുരു പരബ്രഹ്മമൂർത്തേ പരബ്രഹ്മമൂർത്തേ ശരണമാകണേ പരമസദ്ഗുരു. ഒരു ദിവസം ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരുദേവൻ വന്ന് ഇരിക്കുന്നതായ വാർത്ത ചെറായിലാകെ പരന്നു. അതറിഞ്ഞ് ചില വിദ്യാർത്ഥികൾ രാത്രി തന്നെ ഗുരുദേവനെ ദർശിക്കുന്നതിനായി അദ്വൈതാശ്രമത്തിലേക്ക് പുറപ്പെട്ടു. കാൽനടയായിട്ടായിരുന്നു യാത്ര. അവർ പറവൂരിലെത്തിയപ്പോൾ നേരം പുലർന്നു. അവിടെ നിന്നും ആലുവായിലേക്ക് ഏതാണ്ട് 12 നാഴിക ദൂരമുണ്ട്. അന്ന് ചെറിയ ചാറ്റൽ മഴയുള്ള ദിവസമായിരുന്നു. ആ മഴയെല്ലാം നനഞ്ഞുകൊണ്ട് തന്നെ കുട്ടികൾ ആലുവ പുഴയുടെ തീരത്തുള്ള അദ്വൈതാശ്രമത്തിൽ എത്തിച്ചേർന്നു. ഗുരുദേവൻ ആശ്രമമുറ്റത്ത് പടർന്നു പന്തലിച്ചു നിന്നിരുന്ന ഒരു വലിയ മാവിൻ്റെ തണലിൽ ഇരിക്കുകയായിരുന്നു. കുട്ടികളെ കണ്ടപ്പോൾ ഗുരുദേവൻ വാത്സല്യപൂർവ്വം ചോദിച്ചു, "വിദ്യാർത്ഥികളാണല്ലേ?" കുട്ടികൾ, "അതെ." ഗുരുദേവൻ, "എന്താണ് എല്ലാവരും ഒരുമിച്ച് വന്നത്?" കുട്ടികൾ, "തൃപ്പാദങ്ങളെ കാണാൻ വന്നതാണ്." ഗുരുദേവൻ, "മലവെള്ളം കാണാതെ പോകരുത്." കുട്ടികൾ തമ്മിൽ നോക്കി. മഴക്കാലമായതിനാൽ ആ ആലുവ പുഴയിൽ മലവെള്ളം നിറഞ്ഞൊഴുകുന്നത് കാണുവാൻ കൂടിയായിരുന്നു അവർ എത്തിയിരുന്നത്. അത് ഗുരുദേവൻ എങ്ങനെ അറിഞ്ഞുവെന്നറിയാതെ കുട്ടികൾ ആശ്ചര്യപ്പെട്ടു. അന്ന് ആശ്രമമുറ്റത്ത് ഒരു പനമ്പ് വിരിച്ച് അതിൽ കുറേ മാങ്ങകൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു സന്യാസി വന്ന് അവ തരംതിരിക്കാൻ തുടങ്ങി. അത് കണ്ടിട്ട് ആ സന്യാസിയോടായി ഗുരുദേവൻ അരുളി ചെയ്തു, "ഇവർക്ക് മാമ്പഴം എടുത്തു കൊടുക്കണം." അത് കേട്ടിട്ട് ആ സന്യാസി ഉടനെ അകത്തേക്ക് പോയി. കുറേ നേരം കഴിഞ്ഞിട്ടും അദ്ദേഹം ഇറങ്ങി വരികയുണ്ടായില്ല. കുറെ കൂടി കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ എഴുന്നേറ്റ് ആ മുറിക്കകത്തേക്ക് കയറി. അത് ആ സന്യാസി കാണുകയുണ്ടായില്ല. അദ്ദേഹം മുറിക്കുള്ളിൽ വെച്ചിരുന്ന മാമ്പഴങ്ങളിൽ ചീത്തയായതും ചീത്തയാകാത്തതും തിരിയുകയായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഗുരുദേവൻ പറഞ്ഞു, "ചീത്തയായതല്ലെങ്കിൽ നല്ലത് തന്നെ കൊടുക്കുക." ഗുരുദേവൻ കയറിച്ചെന്നത് അപ്പോഴാണ് ആ സന്യാസി അറിഞ്ഞത്. അവിടെ തരം തിരിച്ചു വച്ചിരുന്നതിൽ നിന്ന് നല്ല മാമ്പഴം നോക്കിയെടുത്ത് ഗുരുദേവൻ ആ കുട്ടികൾക്ക് കൊടുത്തു. ശരണമാകണേ 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 പരമസദ്ഗുരു പരബ്രഹ്മമൂർത്തേ പരബ്രഹ്മമൂർത്തേ ശരണമാകണേ പരമസദ്ഗുരു. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 192 അദ്വൈതാശ്രമത്തിലെ മാമ്പഴം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.